നമ്മുടെ നിതിൻ നബിൻ ദേശീയ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റതിനു ശേഷം നടക്കുന്ന ആദ്യ ബംഗാൾ തെരഞ്ഞെടുപ്പാണിത്. ഈ ബംഗാൾ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു നേതാവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയായിരിക്കും കുറി ബംഗാൾ. അതിനും പുറമെ അസം മുഖ്യമന്ത്രി അസമിൽ അദ്ദേഹത്തിൻ്റെ വിജയം ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും സർവേകളും ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബംഗാളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് മറ്റ് മുഖ്യമന്ത്രിമാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ വരവ് പോലെ അല്ല. വലിയൊരു ചലനം സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ്? അതിലൊന്ന്, BJP ഇത്തവണത്തെ ഇലക്ഷനിൽ, പ്രത്യേകിച്ചും ബംഗാളിലെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒന്ന്, കുടുംബ ഭരണം, ഏകാധിപത്യം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ്. 2 പോയിന്റാണ്. കുടുംബ ഭരണം, പരിവാർവാദി ഭരണം അല്ലേ? അതെ, കുടുംബ ഭരണം എന്ന് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ മരുമകൻ എന്ന് പറയുന്ന അഭിഷേക് ബാനർജിയെ അടുത്ത അവകാശിയായിട്ട്, അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു കുടുംബ ഭരണത്തിൻ്റെയാണ്. 2, അഥവാ അഭിഷേക് ബാനർജിയെ, അവിടുത്തെ സാധാരണ ജനം പറയുന്നത് മമതയുടെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടി തീരും. കാരണം മമതയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ആദർശങ്ങളോ പിന്നെ തത്വശാസ്ത്രങ്ങളോ ഒന്നുമില്ല. അവർക്ക് അധികാരം പിടിച്ചെടുക്കുക, ജനങ്ങൾക്ക് വേണ്ടിയിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടുള്ള ഒരു നേതാവ് വരണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ആഗ്രഹം. അത് മമത വന്നു. ശരിക്കും ആ വാക്ക് വളരെ പ്രസക്തമാണ്, സ്ട്രീറ്റ് ഫൈറ്റർ. ശരിക്കും അവരതാണ്. ആ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്നുള്ള ഇമേജിൽ അവർക്ക് അധികാരം പിടിച്ചെടുക്കാനും CPM-കാർ ചെയ്തതുപോലെ അഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർ അവിടെ ആണ്. കാരണം അവിടെ പൊതുവെ ജനങ്ങൾ ഒരു അഗ്രസീവ് നേച്ചർ ഉണ്ടോ, ആ അഗ്രസീവ് നേച്ചറുള്ള ഒരാൾ വേണം. അതിലാണ് വളർന്നു വന്നത്. പക്ഷേ അവർ ക്രമേണ അഭിഷേക് ബാനർജിയിലേക്ക് കൊണ്ടുവന്നു. ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് പകരം അടുത്ത അനന്തരാവകാശമായിട്ട് അഭിഷേക് ബാനർജിയെ കൊണ്ടുവന്നു. അഭിഷേക് ബാനർജിയാണ് ബാക്കി സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫിനാൻസ് എഞ്ചിനീയറിംഗ്, പോളിംഗ് എഞ്ചിനീയറിംഗ് ഒക്കെ നടത്തുന്നത് പുള്ളിയാണ്. ഇവരൊരു ആദർശ ബിംബമായിട്ട്, അഴിമതിയില്ലാത്ത വളരെ പിന്നെ പരിശുദ്ധ കന്യാമറിയായിട്ട് പടം വരയ്ക്കുന്ന, നൃത്തം ചെയ്യുന്ന, കഥകൾ എഴുതുന്ന ഒരു ഭദ്രാലോക് പ്രതിനിധിയായിട്ട് ഇവര് ഫ്രണ്ടിൽ നിൽക്കുക. ബാക്കി അധോലോക പണി നായകന്മാരെ കൊണ്ട് ചെയ്യുക, അതെല്ലാം അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ. ഇതാണ് അവിടെ ശരിക്കും നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുകൊണ്ടായിരിക്കണം അവർ വളരെ എല്ലാ മീറ്റിങ്ങുകളിലും പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, നമ്മൾക്കിവിടെ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം, കുടുംബാധിപത്യവും ഏകാധിപത്യവും അല്ല വേണ്ടത്. ഇത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഈ 2ഉം ബാധകമാണ്. ഒന്ന്, ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഒരു മന്ത്രിമാർക്കും അവിടെ ഒരു വിലയുമില്ല. മമത പറയുന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രിമാർക്കും ഒരു അഭിപ്രായവും ഇല്ല. പേര് പോലും നമ്മൾ കേട്ടിട്ടില്ല. അവിടുത്തെ ഏതാ മന്ത്രി എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒരു ഏകാധിപത്യം അവിടെ നിൽപ്പുണ്ട്. ഒരു കമാൻഡർ എന്നുള്ള സുപ്രീം കമാൻഡർ. അത് കഴിഞ്ഞാൽ കുടുംബാധിപത്യം. ഇത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സെക്കൻഡ് റോ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അഭിഷേക് ബാനർജി മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. അഭിഷേക് ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സാധാരണ ജനങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത് അതൊരു പപ്പടം മാതിരിയാകും, ഒടിഞ്ഞു പോകും. കാരണം പാർട്ടി അതോടുകൂടി കാരണം ഇപ്പം തന്നെ ഒരു വലിയ ബദൽ ഉണ്ട്. അവർക്ക് എതിരായിട്ടുള്ളൊരു വിമതന്മാരുടെ ഒരു വലിയ പടയുണ്ട്. അത് നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഘടകം. അതേ സമയത്ത് തന്നെ അത് കേൾക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചുമാണ്. കോൺഗ്രസ് പിന്നെ അവിടെ ഒരു വലിയ പ്രതിയോഗിയല്ലാത്തത് കൊണ്ട് അവരത് അത്രത്തോളം അങ്ങോട്ട് എടുക്കുന്നില്ല. അപ്പം അവിടെയാണ് ഞങ്ങൾ പിന്നെ ഒന്ന് പറയുന്നത്, ഞങ്ങൾ ചെറുപ്പക്കാർക്ക് നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു. ഞങ്ങൾക്കൊരു പുതിയ വലിയ നേതൃനിര രാജ്യ അടിസ്ഥാനത്തിൽ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം ചെറുപ്പക്കാരനായ ഒരാൾ, 40 വയസ്സ് 40കളിൽ നിൽക്കുന്ന ഒരാളെ ദേശീയ പ്രസിഡൻ്റായിട്ട് BJP കൊണ്ടുവരുന്നു. അപ്പം BJP ചെറുപ്പക്കാരുടെ പാർട്ടിയാണ്, യുവാക്കളുടെ പാർട്ടിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നൊരു ഇമേജിൽ അവിടുത്തെ പ്രസിഡന്റിനെ അവതരിപ്പിക്കുന്നു. അവിടെ ഇദ്ദേഹത്തിനെ അവതരിപ്പിക്കുന്ന പത്രസമ്മേളനങ്ങളിലും യോഗങ്ങളിലും എല്ലാം സ്വാഗതം പറയുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. ഇങ്ങനെ വെൽക്കം ചെയ്യുമ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യും പറയുന്നത് BJPയുടെ യുവ നേതാവായിട്ടുള്ള, യുവസാരഥിയായിട്ടുള്ള എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു പാർട്ടിയാണ് BJP. ചെറുപ്പക്കാരുടെ
ആശയാഭിലാഷങ്ങൾ, യുവരക്തം, അവരുടെ ആസ്പിറേഷൻസിനെ കാറ്റർ ചെയ്യാൻ കരുത്തുള്ളൊരു നേതൃത്വം BJPക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മറുഭാഗത്ത് മമതയ്ക്ക് കൊണ്ടുവരാനായിട്ട് AAP അല്ലാതെ വേറെ പ്രതിപക്ഷ നേതാക്കൾ ആരുമില്ല. വെച്ചാൽ മറ്റ് BJPക്കെതിരായിട്ട് നിൽക്കുന്ന ബാക്കി ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവരാണ്. ഇന്ത്യ മുന്നണിയിലെ ആളുകൾ ഇവിടെ വന്ന്, കാരണം കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സ് അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വന്നിട്ട് മമതയ്ക്കെതിരായിട്ടാണ് പ്രസംഗിക്കുന്നത് പ്രധാനമായിട്ടും. അതുപോലെ അത്രയും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് അഖിലേന്ത്യാ തലത്തിൽ അവർക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഇടതുപക്ഷം അടുക്കുമ്പോൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് ആകെ MA ബേബി മാത്രമാണ് 1-2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തത്. വേറെ ആരും പോയിട്ടില്ല. ഒരു ഫലം ഉണ്ടാവാനും പോകുന്നില്ല. അല്ല, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നിന്ന് പോലും ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞതാണ്, ഇപ്പോൾ ഫ്രീ ആണ്. ദേശീയ തെരഞ്ഞെടുപ്പിന് പോലും പിണറായി വിജയൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നിട്ട് നന്നായി പോയിട്ടില്ല. കോൺഗ്രസ് ഇന്നും അതുപോലെ തന്നെ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും ആളുകൾ, ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ ആളുകൾ ഫ്രീ ആയിട്ട് പോലും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു വലിയ നിര, ഈ പറഞ്ഞ പോലെ ആസാം മുഖ്യമന്ത്രി, ബീഹാർ മുഖ്യമന്ത്രി, UP മുഖ്യമന്ത്രി, പക്ഷെ അവിടെയൊക്കെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന എന്താണെന്നറിയാവോ? നിങ്ങൾ ചുറ്റും നോക്കൂ, നിങ്ങളെ ഗുജറാത്തിൽ നോക്കൂ, നിങ്ങൾ ഇവിടുത്തെ പ്രതിശീർഷ വരുമാനത്തിൻ്റെ 1 ലക്ഷം രൂപ, 1,20,000 രൂപയാണ്. അവിടെ 3.5 ലക്ഷമാണ് പ്രതിശീർഷ വരുമാനം, ഒരാളിൻ്റെ പ്രതിശീർഷ വരുമാനം. ബീഹാറിലേക്ക് നോക്കൂ, അവിടുന്ന് ആരെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് ഇപ്പോൾ പോകുന്നുണ്ടോ? ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ അവിടെ ബീഹാറിൽ നിന്ന് ആളുകൾ പോകുന്നത് കുറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകളെല്ലാം തിരിച്ചു വരികയാണ്. കാരണം തമിഴ്നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഇപ്പം ബീഹാറിൽ കൊടുക്കുന്നു. നടത്തുന്ന പ്രചരണമാണ്, വാസ്തവം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അല്ല, പക്ഷേ ഗുജറാത്തിൽ നിന്ന് ആരും എങ്ങും പോകാറില്ല. ആസാമിലും അവിടെ വന്നിരിക്കുന്ന മാറ്റം നോക്കൂ. അവിടെ ഓരോ സ്ഥലത്തും BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ്, വലിയ വികസന പദ്ധതികൾ, അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോഴും ബംഗാൾ ഇങ്ങനെ പട്ടിണി സംസ്ഥാനമായിട്ട് ഇരുന്നാൽ മതിയോ? നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവിടുത്തെ കൂലി എത്രയെന്നറിയാമോ? പരമാവധി ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആളിന് കിട്ടുന്നത് 450 രൂപയാണ് ശമ്പളം. 250 മുതൽ 450. അൺസ്കിൽഡിന് 500 ഇവിടുത്തെ മിനിമം. അതുകൊണ്ടാണ് അവിടുന്ന് ആൾക്കാർ ധാരാളമായിട്ട് അൺസ്കിൽഡിന് 500 രൂപയ്ക്ക് കിട്ടുന്ന എവിടെ കിട്ടും നിങ്ങൾക്ക്? അൺസ്കിൽഡ് അല്ല, 900, 1000 ഇത് പണ്ടത്തെ കൂലിയാണ്. അല്ലെങ്കിൽ മാവേ കയറുന്നതിന് 500, മാവേ കയറുന്നതിന് 500 രൂപയാണ് ഇപ്പോഴത്തെ. ഞങ്ങളുടെ അവിടെ ഒന്നും അതും കിട്ടാറ്, അതിനും കൂടുതൽ. ഇവിടെയും പറഞ്ഞ നാട്ടിൻപുറങ്ങളിൽ പന്തളത്ത് കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്ത് 1000 രൂപ കുറഞ്ഞ ഒരാൾ പന്തളത്ത് കിട്ടില്ല. പന്തളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ളതാണ്. തിരുവനന്തപുരത്ത് 1000 രൂപ കുറഞ്ഞ ഒരാളും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പരമാവധി 250 മുതൽ 500 രൂപ വരെയാണ് അവിടുത്തെ പരമാവധി ശമ്പളം. അത് കുറ്റമാണോ അവരിങ്ങോട്ട് ഓടി പോരും? ഗവൺമെൻറ് ശമ്പളമാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇവിടെ കിട്ടുന്നതിനേക്കാളും വളരെ കുറവാണ് അവിടെ കിട്ടുന്ന ശമ്പളം. പിന്നെ 1/3 കുറവ് ശമ്പളത്തിൽ. തൊഴിലില്ലായ്മയിൽ ഏറ്റവും അവർ ഈ പെർസെൻറ്റേജ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയല്ല, ഞങ്ങൾ 4ാമതാണ് 5ാമതാണെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും വാസ്തവം നമുക്കറിയാം. ഇപ്പം തന്നെ കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ജോലിക്കാരില്ല എന്നുള്ളതാണ്. ഇലക്ഷന് വേണ്ടിയിട്ട് ഇവർ മുഴുവൻ കൂട്ടത്തോടെ കൊണ്ടുവരിക, 8-10 ലക്ഷം ആളുകളെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം ബീഹാറിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ഇപ്പോൾ ഒരു വലിയ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1500 മുതൽ ഒരാളും വണ്ടി കയറിയിട്ടില്ല. അത് പക്ഷെ അവർക്ക് അതിൽ വിശ്വാസമില്ല. ഇതിപ്പം ഇലക്ഷന് വേണ്ടിയിട്ടുള്ള അവരുടെ ഗൾഫാണ്, ബംഗാളികളുടെ ഗൾഫായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. തിരിച്ചു പോകാൻ അവർ തയ്യാറല്ല. ഞാൻ ചിലരോട് ചോദിച്ചു, അവർ തിരിച്ചു അത് പോകുന്നില്ല. ഇവിടെ അവർ സുഖമായിട്ട് കഴിയുന്നു, അവരുടെ സ്വർഗമാണ് ഇവിടെ. അതിനെ മറികടക്കാൻ അവിടെ പ്രചരണത്തിൽ നടത്തിയിരിക്കുന്ന ഒരു തന്ത്രം, അവർ ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രം, നിങ്ങൾ ബംഗാളിന് വെളിയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ലക്ഷ്മി ഭണ്ഡാർ ഇതൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇവിടെ പോറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോയാലും വിഷമിക്കേണ്ട, ഇവിടെ നിങ്ങളുടെ കുടുംബത്തിനെ നോക്കാനായിട്ട് ഞങ്ങൾ പിന്നെ ഈ കിറ്റും കാശും കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇമ്പ്രഷനാണ് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതീക്ഷ വീഴാൻ. പിന്നെ ഇത്തവണ ഈ അവർ തന്നെ പാർട്ടി തന്നെ പണം മുടക്കി വണ്ടികൾ അയച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ ആളുകളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വോട്ട് ചെയ്യാനായിട്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് മിനിമം 5000 രൂപ ഒരു മാസം ഇവിടെ കിട്ടത്തക്ക രീതിയിൽ ഞങ്ങൾ സംവിധാനം ചെയ്യാം, തൊഴിലുണ്ടാക്കി തരാം,
എന്ന് പറഞ്ഞിട്ടൊരു പ്രലോഭനം കൊടുത്തിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ അവിടെ അവരെ ചെല്ലുമ്പോൾ അവര് വിശ്വസിച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യം കഷ്ടത്തിലാവും. അവിടെ ചെല്ലുമ്പം അവർ വോട്ട് ആർക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. തീർച്ചയായിട്ടും. പക്ഷെ അത് അവർക്ക് ഈ വികസനം എന്ന് പറയുമ്പോൾ അവർ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും പ്രധാന നേതാക്കന്മാരെയും അഖിലേന്ത്യാ നേതാക്കന്മാരെയും മുഴുവൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ IT വിദഗ്ധന്മാർ, സാമ്പത്തിക വിദഗ്ധന്മാർ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവിടെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്നിട്ട് അവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിനെ ഇപ്പം ഒരു സമ്മാനം എന്നുള്ള നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിട്ട് പുതിയ ആൾ ബംഗാളിലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു BJP MLA ആണ്. അത് ശരി. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പദവിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ആ പോസ്റ്റിലേക്ക് ബംഗാളിൽ നിന്ന് ഒരാളെ കേന്ദ്രത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ജയിക്കാനുള്ളതെല്ലാം BJP ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ പഴയ പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പം ആസൂത്രണത്തിൽ ബംഗാളിന് കിട്ടാവുന്ന മാക്സിമം കിട്ടാൻ വേണ്ടി നീതി ആയോഗിൻ്റെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ബംഗാളിയെ കൊണ്ട് ബംഗാളിനോട് നീതി ചെയ്തു എന്ന് വരുത്തുക. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.